അതായത് സ്പിരിച്വാലിറ്റി ബിസിനസ്സിനകത്തുണ്ടെങ്കിലേ ആ ബിസിനസ് സർവൈവ് ചെയ്യുള്ളൂ, സസ്റ്റെയിൻ ചെയ്യുള്ളൂ, സക്സസ്ഫുൾ ആവുകയുള്ളൂ. വീട്ടിലാണെങ്കിലും പാരൻസ് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയല്ല. നമ്മൾ കുറച്ച് ആൾക്കാരെ നോർമലെന്നും കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ അബ്നോർമലെന്ന് വിളിക്കും. പക്ഷേ നമ്മൾ അബ്നോർമലെന്ന് വിളിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നോർമലും. നോർമലെന്ന് വിളിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അബ്നോർമലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹാബിറ്റ്, ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ് ആക്ഷനായിട്ട് മാറുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആക്ഷനായി മാറും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റായി മാറും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹാബിറ്റ് നമ്മുടെ ബിഹേവിയറായിട്ട് മാറും. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. ആ ക്യാരക്ടറിനനുസരിച്ചായിരിക്കും നമ്മളൊരു ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നത്. ഇതൊരു സ്പൈറൽ പോലെയാണ്. ഈ തോട്ട്സിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ തോട്ട്സ് എങ്ങനെയാണ് ഒരാൾ പോസിറ്റീവായിട്ടും സ്പിരിച്വലായിട്ടും ഉള്ള തോട്ട്സിലേക്ക് ഒരാളിനെ എത്തിക്കേണ്ടത്. സ്പിരിച്വൽ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ കുഞ്ഞുനാൾ മുതലേ തന്നെ പലപ്പോഴും കംപ്ലയിൻസ് പറയുന്ന ഒരു നേച്ചറുണ്ട്. വീട്ടിൽ വന്ന് കംപ്ലയിൻസ് പറയും. നെവർ എവർ എൻകറേജ് കംപ്ലയിൻസ് അറ്റ് ഹോം. വീട്ടിലാണെങ്കിലും പാരൻസ് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ നമുക്ക് നേച്ചറിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്കെങ്ങനെ കാര്യങ്ങൾ കൊടുക്കാം. ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കാം, എങ്ങനെ നമുക്ക് ഒരു നീഡി ആയിട്ടുള്ള ഒരാളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ മോൻ്റെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ടിന് ഒരു കാര്യം അറിയില്ല എങ്കിൽ മോൻ എങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലാസ്സിൽ ഒരാൾ വളരെ പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഫുഡ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് ഈ മോനെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ? ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വാലിറ്റി. അതുപോലെ തന്നെ ബ്ലെയിം ചെയ്യുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ ഒരിക്കലും കുട്ടികളെ ബ്ലെയിം ചെയ്യാനോ കംപ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡോഗ്മാറ്റിസം എന്ന് പറയും, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, ഓക്കെ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അതിനെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണാനായിട്ട് ഇതെല്ലാം ഒരു ഹാബിറ്റ് ബിൽഡിങ്ങിൻ്റെ പാർട്ടാണ്, ക്യാരക്ടർ എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ്. വേൾഡിൽ ആദ്യമായിട്ട് ക്യാരക്ടർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അറൗണ്ട് ഒരു 250 പേജസ് ഉള്ള ഒരു ജേണൽ ഡെവലപ്പ് ചെയ്തു. ഈ ജേണലിലൂടെ 21 ഡേയ്സിൻ്റെ പ്രാക്ടീസിലൂടെ കുട്ടികളിൽ സ്കൂളിനകത്തോ വീട്ടിലോ പുറത്തോ, അത് മാത്രമല്ല അവരുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടോ എന്തെങ്കിലും അവർക്ക് പാരൻസിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് കറക്റ്റ് ചെയ്യാനുണ്ടോ, ഈ കറക്ഷൻസ് മുഴുവനും ഈ ജേണലിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ജേണൽ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാരൻസിൻ്റെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും. ഇത് കൂടാതെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഇന്ന് ആൾമോസ്റ്റ് ഒരു 40-50% കുട്ടികളിലും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിരിക്കാം, ഓവർ എക്സ്പോഷർ ടു സ്ക്രീൻ ആയിരിക്കാം, സോഷ്യൽ കണക്ഷൻസ്, ഇമോഷണൽ കണക്ഷൻസ് കുറയുന്നത് കൊണ്ടായിരിക്കാം, ടെക്നോളജിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കൂടുന്നതുകൊണ്ടായിരിക്കാം, പാരൻസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുന്നത് കൊണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഇല്ല, നെയ്ബേഴ്സുമായിട്ട് കളിക്കുന്നില്ല, ഓക്കെ, ബോഡി മൂവ്മെൻറ്റ്സ് കുറയുന്നു. ഇതിൻ്റെയൊക്കെ പല ഫാക്ടേഴ്സും ആയിരിക്കാം. വളരെ വളരെ വലിയ രീതിയിലാണ് ഇന്ന് ബിഹേവിയറൽ സിംറ്റംസ് കുട്ടികളിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ആയിരിക്കാം, സോഷ്യൽ വിഡ്രോവൽസ് ആൻഡ് സോഷ്യൽ ഡിസോർഡേഴ്സ് ആയിരിക്കാം, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആയിരിക്കാം, ഓട്ടിസം പോലുള്ള കാര്യങ്ങൾ. ഇങ്ങനത്തെ പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഇന്ന് കുട്ടികളിൽ വളരെ കോമൺ ആണ്. ഇതുപോലും ഇതിനൊന്നും ആക്ച്വലി മെഡിസിൻ അല്ല, ഇതിനെല്ലാം ഒരു കൈൻഡ് ഓഫ് തെറാപ്പിയാണ്. തെറാപ്പി മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗൈഡഡ് പ്രാക്ടീസാണ് ഇവർക്ക് വേണ്ടത്. ആക്ച്വലി നമ്മുടെ ഒരു ഇൻക്ലൂഷൻ സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിഹേവിയറൽ കറക്ഷൻസ് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ആവശ്യമാണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ നോർമലെന്നും കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ അബ്നോർമലെന്ന് വിളിക്കും. പക്ഷേ നമ്മൾ അബ്നോർമലെന്ന് വിളിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നോർമലും. നോർമലെന്ന് വിളിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അബ്നോർമലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് വളരെ കാലത്തെ എഫേർട്ട് കൊണ്ട്
പല കേസ് സ്റ്റഡീസും വെച്ചിട്ട് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടും ഒക്കെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ജേർണലുണ്ട്. ഈ ക്യാരക്ടർ ജേർണൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഈ സ്പെഷ്യൽ കേസസ് കുട്ടികളിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഗൈഡൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് പേഴ്സണൽ മെൻറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് കേസ് ഡയറീസ് നമ്മൾ എടുക്കുകയും ആ കേസ് ഡയറീസ് വെച്ചിട്ട് പാരൻസും ടീച്ചേഴ്സും ഒരുപോലെ ഒരു പ്രോബ്ലത്തിന് എടുത്ത് കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികളിൽ ഒരു 10 ഡിഫറൻറ്റ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ആണെങ്കിൽ ഇത് നമ്മൾ എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ടേക്ക് വൺ പ്രോബ്ലം അറ്റ് എ ടൈം എന്നാണ് പറയുന്നത്. ഒരു പ്രോബ്ലത്തിന് മാത്രം എടുത്ത് 21 ഡേയ്സ് പ്രാക്ടീസ് കൊടുക്കുക. വീട്ടിലും സ്കൂളിലും ഒരേപോലെ പ്രാക്ടീസ് കൊടുക്കുകയും ഈ 21 ഡേയ്സ് കഴിഞ്ഞ് ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നെക്സ്റ്റ് 21 ഡേയ്സ് കൊടുക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ വളരെ ഇതുവരെയായിട്ട് 100% നമ്മൾ സക്സസ്ഫുൾ ആണ് ഇത്തരത്തിലുള്ള കുട്ടികളെ. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാര്യം പാരൻസിൻ്റെ കണ്ണീരൊപ്പാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത്. അത്തരത്തിലുള്ള പല പാരൻസിൻ്റെയും റെക്കമെൻഡേഷൻസ് ആണ് ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്ട്രെങ്ത് തന്നെ. ഒരു 3 ഇയേഴ്സ് കൊണ്ട് തന്നെ ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയത് നമ്മുടെ അവിടുത്തെ പാരൻസിൻ്റെ ടെസ്റ്റിമോണിയൽസും അവരുടെ തന്നെ വേർഡ് ഓഫ് മൗത്ത് അവർ ഫ്രം ദ ഹാർട്ട്. കാര്യം അവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അവരുടെ കുഞ്ഞ് കറക്റ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, സ്പിരിച്വലി ഞാനത് വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ് DS എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ റീസണും. ഇനി അങ്ങോട്ട് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സിൻസിയറായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെയും അതേപോലെ കുട്ടികളെയും അതേപോലെ പാരൻസിനെയും ഗൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അത് എങ്ങനെ ചോദിച്ചു എന്ന് എനിക്കറിയില്ല ആ ഉം. ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യനാണ്. കാര്യം പാരൻസിനെയും കൂടെ നമ്മൾ കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ മാത്രമുള്ള ഗൈഡൻസ് മതി. ചില കാര്യങ്ങൾ വീട്ടിലും കൂടെ ശ്രദ്ധിക്കണം. ഉം. അപ്പോൾ വീട്ടിൽ പാരൻസിനെ രണ്ടുപേരെയും വിളിച്ചിട്ട് അവരുമായിട്ടും കൂടെ സംസാരിച്ചിട്ടാണ് അവർക്കും അസൈൻമെൻറ്റ് കൊടുക്കും. നിങ്ങൾ ഇത്രയും 21 ഡേയ്സ് വീട്ടിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എപ്പോഴും ഒരു കാര്യം നമ്മൾ എടുക്കും, ബാക്കി എല്ലാ കാര്യത്തിനും മോനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. അതെ. കാര്യം അവർക്ക് അപ്രീസിയേഷൻ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്കും ഫീൽ ചെയ്യാനായിട്ട് പാടില്ല. സാർ കുറച്ച് മുമ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കാര്യം പറഞ്ഞു. എസ്പെഷ്യലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ഇന്ന് പാരൻസിൻ്റെ ഒരു നൈറ്റ്മെയർ ആണ് കുട്ടികൾ നേരാവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് കുട്ടികൾ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നത്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാംഗ്വേജ് പ്രാക്ടീസ് കൊണ്ടാണ് ഡെവലപ്പ് ആകുന്നത്. അവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്പൽസറി ആണ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. മീൻ ടൈം മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മലയാളവും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇൻ്റർനാഷണൽ സ്കൂളാണെന്ന് വിചാരിച്ചിട്ട് മലയാളം മാതൃഭാഷയെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നില്ല. മാതൃഭാഷയെ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടാണ്, നമ്മുടെ തന്നെ കരിക്കുലമാണ് മാതൃഭാഷയെ കൊടുക്കുന്നത്. അത് ഞങ്ങൾ കുറച്ചുകൂടെ പ്രസംഗിക്കാനും കഥ പറയാനും ഡിബേറ്റ് ചെയ്യാനും കവിത എഴുതാനും അത് മലയാളത്തിനെ എല്ലാ അർത്ഥത്തിലും അതിനെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് വരാം. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഇവിടുത്തെ സ്പീക്കിംഗ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ അവർ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. അതിനൊരു ചലഞ്ചില്ല. അതിപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും പിള്ളേർ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലൊരു പ്രൊഫിഷ്യൻസി നേടാൻ കമാൻഡ് ഓവർ ഇംഗ്ലീഷിനകത്തൊരു ആധികാരികമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയെ കൈകാര്യം ചെയ്യാൻ അതിനെ പ്രോപ്പറായിട്ട് നമുക്കൊരു പെർസ്വേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റോറി ടെല്ലിങ്ങിന് യൂസ് ചെയ്യാനായിട്ടും പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകളിൽ ഗ്ലോബൽ ആക്സെൻറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാംഗ്വേജ് ലാബിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു. ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. ലാംഗ്വേജ് ലാബിൻ്റെ ട്രെയിനിങ് ഉണ്ട്, ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിന് ട്രെയിൻഡ് ട്രെയിനേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ പബ്ലിക് സ്പീക്കിംഗ് കമ്പൽസറി ആണ് കുട്ടികൾക്ക്. ഇനിയിപ്പോൾ അടുത്ത് വരുമ്പോൾ ടെക് ടോക്സ് അതുപോലെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പേപ്പർ പ്രസൻറ്റേഷൻസ് ഉണ്ട്, സെമിനാഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലാംഗ്വേജിനെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് അവന്യൂസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ അവന്യൂസിലെല്ലാം നമ്മുടെ മോണിറ്ററിങ്ങും കറക്ഷൻസും ഉണ്ടാവും. അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, അവരുടെ ഐ കോണ്ടാക്റ്റ് എങ്ങനെയായിരിക്കണം, അവരുടെ മോഡുലേഷൻ എങ്ങനെയായിരിക്കണം, അവർ കീ പോയിൻറ്റ്സിനെ എങ്ങനെ സ്ട്രെസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെയും മോണിറ്ററിങ്ങിലൂടെയും മാത്രമേ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള ഒരു സിസ്റ്റം നമ്മളവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പോൾ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്? യെസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് ആയിട്ടുള്ളതും ഉണ്ട്, നോൺ അക്കാഡമിക് ആയിട്ടുള്ളതും ഉണ്ട്. അക്കാഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒളിമ്പ്യാഡ് അവർ എഴുതുന്നു, ഇംഗ്ലീഷ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ടെഡ്എക്സ്, ഇതെല്ലാം അക്കാഡമിക് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. ഇത് അക്കാഡമിക് ക്ലബ്ബുകൾ വഴിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്യുന്നത്. മറിച്ച് നമുക്ക് നോൺ അക്കാഡമിക് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോളർ സ്കേറ്റിംഗ്, ആർച്ചറി, ചെസ്സ്, ഡ്രോയിങ്, പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഒരു 10-30ഓളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഡാൻസ്, പാട്ട്, ക്ലാസിക്കൽ ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, വെസ്റ്റേൺ ഡാൻസ്, ഡ്രംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് ആക്ച്വലി പാരൻസ് അല്ല ചൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് എക്സ്ട്രാ കരിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ ബ്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്.
ചിലർ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും, ചിലർ റൈറ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ ഹയർ ആയിട്ടുള്ള ആൾക്കാർക്ക് റൈറ്റ് ബ്രെയിൻ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി റൈറ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ലെഫ്റ്റ് ബ്രെയിൻ കൂടെ കുറച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ കരിക്കുലേഴ്സ് ആയിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഈ എക്സ്ട്രാ കരിക്കുലേഴ്സ് കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ കോച്ചിങ്ങിൽ മാത്രം തീരുന്നില്ല. എക്സ്ട്രാ കരിക്കുലർ കോച്ച് ചെയ്തിട്ട് അവർക്ക് പെർഫോമിംഗ് സ്റ്റേജ് കൊടുക്കും. അവർ പെർഫോം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ കോമ്പറ്റീഷൻസിന് പോകണം. ഈ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് Tier 1, Tier 2, Tier 3, Tier 4. ഈ Tier 1 അവർ ഒരു ആക്ടിവിറ്റിയിലെങ്കിലും അവർ കോമ്പീറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പോൾ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവർ ചെയ്യുമെങ്കിലും നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവർക്ക് ഏറ്റവും ഡീപ്പ് ട്രെയിനിങ് കൊടുത്ത് കോമ്പറ്റീഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അല്ലാതെ ഇപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ അറിയാമായിരിക്കും, പക്ഷേ ആ ഡാൻസ് എന്ന് പറയുന്നത് ഒരു പെർഫോമിംഗ് ആക്ടിവിറ്റി ആയിരിക്കില്ല കുഞ്ഞിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഏതാണോ അവരുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ടാലൻറ്റ്, ആ ടാലൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിലുള്ള സ്കില്ല് നമ്മൾ ട്രെയിനിങ്ങിലൂടെ കൊടുക്കുകയും ചെയ്യും. ടാലൻസ് പലപ്പോഴും ഇൻബോൺ ആണ്. അതെ. അപ്പം ഈ ഇൻബോൺ ടാലൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ സ്കിൽ ഇപ്പം ചിലർ ഇപ്പോൾ നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ വന്ന പല പാട്ടുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പാട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല സ്വരവും നല്ല രീതിയിൽ പാട്ട് പാടുന്ന, കേട്ടിട്ട് തന്നെ അതുപോലെ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ ഒരു എന്താ പറയുക, ഒരു കോച്ചിങ്ങിലേക്ക് അവർ പോയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ശാസ്ത്രീയ സംഗീതമോ ഇതൊക്കെ പോയി പഠിച്ച് അതിലുള്ള കുറേ സ്കില്ലുകൾ കൂടെ അവർ അക്വയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ടോപ്പ് പെർഫോമർ ആകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എങ്കിലും കുട്ടികൾക്ക് വേണം. കാര്യം ആർട്ടെന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ സോഴ്സാണ്. അപ്പം ആർട്ട് ആൻഡ് ഡിസൈനിലൂടെ സ്പോർട്സ് എന്ന് പറയുന്നത് അവരുടെ എൻഡ്യൂറൻസും സ്റ്റാമിനയും ഇമ്മ്യൂണിറ്റിയും അവരുടെ ഫിസിക്കൽ സ്ട്രെങ്തും മസിൽ സ്ട്രെങ്തും ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്പോർട്സും വേണം. അപ്പോൾ നമുക്ക് സ്പോർട്സിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് വേണം. ആർട്ടിനകത്ത് അതെന്ന് പറഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി, ഹ്യൂമർ സെൻസ്, ഇമാജിനേഷൻ, ഇന്നൊവേറ്റീവ് തിങ്കിങ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ആർട്ടിലെന്നാണ്. അപ്പം ആ ആർട്ടിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ദെൻ സോഷ്യൽ സർവീസിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ടെക്നോളജിക്കകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ദെൻ ഓൺട്രപ്രണർഷിപ്പ്, ഇങ്ങനെ ദെൻ സബ്ജക്റ്റ്, അങ്ങനെ 6 ഏരിയയിലൊന്നും ഏതെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവർക്ക് വേണം. ഇതിൽ ചിലപ്പം ആർട്ടിലായിരിക്കാം അവരൊരു നാഷണൽ ലെവലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സ്പോർട്സിലായിരിക്കാം. അത് ഏതെങ്കിലും ഒരെണ്ണം മതി. പക്ഷേ നാളെ ഒരു CEO ആയി കഴിയുമ്പം ഒരു ഫംഗ്ഷന് ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് ആളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പാട്ട് പാടേണ്ടി വന്നാൽ, അയ്യോ എനിക്ക് പാട്ട് അറിയില്ല എന്ന് പറഞ്ഞ് മാറേണ്ടി വരരുത്. ഒരു ഡാൻസ് കളിക്കേണ്ടി വന്നാൽ അവിടെ ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റണം. അവിടെ ഒരു ടേബിൾ ടെന്നീസ് ഇരുന്ന് ഒന്ന് കളിക്കേണ്ടി വന്നാൽ കളിക്കാൻ പറ്റണം. അവിടെ ഒരു ബില്ലിയാർഡ്സ് ഇരുന്നാൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഗ്ലോബൽ സിറ്റിസൺസിനെ ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള പല എബിലിറ്റീസും കുട്ടികളിൽ ഉണ്ടാവണം. മീൻ ടൈം ഏതെങ്കിലും ഒന്നിനകത്ത് അവർ എക്സ്പേർട്ടും ആയിരിക്കണം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ IITസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലോ അല്ലെങ്കിൽ സെപ്റ്റ് പോലെയുള്ള നാഷണലി ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഗ്ലോബലി നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MITയിലോ അല്ലെങ്കിൽ ഹാർവാർഡിലോ സ്റ്റാൻഫോർഡിലോ കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡോ പോലെയുള്ള ഗ്ലോബലി ഉള്ള ടോപ്പ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ അക്കാഡമിക് വെയിറ്റേജ് ഈസ് ഓൺലി 35%. 25% എക്സ്ട്രാ കരിക്കുലറാണ്. പിന്നെ അവരുടെ എക്സ്പോഷർ, പേഴ്സണൽ എസ്ഐസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, മറ്റ് അച്ചീവ്മെൻറ്റ്സ്, അവർ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലാതെ അവർ ക്രെഡിറ്റ് പോയിൻറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആക്ടിവിറ്റി പോയിൻറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻസിലോ ഗ്ലോബൽ കോമ്പറ്റീഷൻസിലോ ഹാക്കത്തോൺസിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നോക്കിയിട്ടാണ് സെലക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് വേണ്ടേ. കാര്യം നാളെ നമ്മുടെ ഒരു ബ്രെയിൻ, നമ്മുടെ കുട്ടി എന്ന് പറയുന്ന ആ ബ്രെയിൻ നാളെ MITയിൽ പഠിക്കേണ്ട ഒരു ബ്രെയിൻ ആണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആ ചൈൽഡ്ഹുഡിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം ഈ എല്ലാ രീതിയിലും കവർ ചെയ്തിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് DSന്റെ കരിക്കുലം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടുന്ന മറ്റ് ചില എബിലിറ്റീസ് ആണ് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, കോൺഫിഡൻസ് എന്നൊക്കെ ഉള്ളത്. ഇതെങ്ങനെയാണ് ഒരു DSEN അക്വയർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ധാരാളം പെർഫോമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് DSTEAM എന്നാണ് അതിൻ്റെ പേര്. അതായത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സിനകത്തുള്ള പ്രോജക്റ്റുകൾ, അതായത് ഏകദേശം 100-ൽ കൂടുതൽ പ്രോജക്റ്റുകളും 3ഓളം DIY, ഡു ഇറ്റ് യുവർ സെൽഫ്, വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് ചെയ്യേണ്ട പ്രോജക്റ്റുകളും, മിനിമം 1-2 പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അവർക്ക്
പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് EDST. അപ്പോൾ അവിടെ ഇതിൽ വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രസൻറ്റബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അവർ സെലക്റ്റഡ് പ്രോജക്റ്റുകൾ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ അവർ പ്രസൻറ്റ് ചെയ്യും. ഓ. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവലാണ് കൂടുന്നത്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് കൂടുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെറും ലാംഗ്വേജിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ഒരു ഒരു രീതി, അവരുടെ കോൺഫിഡൻസും ഈ കാര്യങ്ങളും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ അവരെ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസിലേക്ക് നമ്മൾ വിടുന്നു. ഈ കോമ്പറ്റീഷൻസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൊക്കെ ഫസ്റ്റ് റാങ്ക് മുതലുള്ള ടോപ്പ് റാങ്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു ലോക്കലി മാത്രമല്ല അവർ തിങ്ക് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് ഒരു 20, 30 അല്ലെങ്കിൽ 50, 60 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ സ്കൂളിനകത്ത് 500, 1000 കുട്ടികളുണ്ട്. ഈ 1000-ൽ ഞാൻ നമ്പർ 1 ആണോ? ഗ്ലോബലി എൻ്റെ പെർഫോമൻസിനെ ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പം ഒരു ഗ്ലോബൽ സ്കെയിലിൽ നമ്മൾ എങ്ങനെയാണ്? അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഇനി വി ഹാവ് ടു തിങ്ക് ഗ്ലോബൽ. കാര്യം ആ ടൈമും സ്പേസിൻ്റെ ലിമിറ്റേഷൻസ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇനി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ടാലൻറ്റുകളുമായിട്ടാണ്. അപ്പം ഗ്ലോബലി എൻ്റെ ടാലൻറ്റിനെ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പം ഞാൻ എവിടെയാണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെഡെക്സ് പോലെയുള്ള ടോക്സിലേക്ക് അവർ നമ്മൾ കൊണ്ടുപോകുന്നു. പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ അവരെ ഇത് ചെയ്യുന്നു. എക്സ്ട്രാ കരിക്കുലറിനകത്ത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ റെഡിയാണ്, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റേഴ്സാണ്. നല്ല രീതിയിൽ ഡാൻസ് കളിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടുന്നു. പിന്നെ മാത്തമാറ്റിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ ഒളിമ്പിയാഡ് പോലെയുള്ള എക്സാമിനേഷൻസിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകുന്നു. ആ ഒളിമ്പിയാഡ് എക്സാമിനേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നോളജ് വൈഡൻ ആകുകയാണ്. അവിടെ അവർ പെർഫോം ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുമ്പം എഗെയിൻ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇത് കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഡിഫറെൻറ്റ് അവന്യൂസും ഓപ്പർച്യൂണിറ്റീസുമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന്. എന്താണ് ഈ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ് പൊതുവേ സ്കൂളുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനായിട്ട് മെമ്മറിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുക, പരീക്ഷയ്ക്ക് അതിനെ റീകോൾ ചെയ്ത് എഴുതാൻ പറ്റുക, മാർക്ക് വാങ്ങിക്കാൻ പറ്റുക. പക്ഷേ ഒരു കുഞ്ഞിനെ കംപ്ലീറ്റ്ലി ഷേപ്പ് ചെയ്യുന്ന, കുഞ്ഞ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. അവൻ്റെ ഏകദേശം ഒരു 18, 19 വർഷം, അല്ലെങ്കിൽ 17, 18 വർഷം അവൻ സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിലാണ്. അപ്പോൾ അത്രയും വർഷം സ്കൂളിൽ സ്പെൻഡ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഫാസ്റ്റായിട്ടുള്ള ഒരു ടൈം, ഈ കാലഘട്ടത്തിൽ അവൻ എന്താണോ ട്രെയിൻ ചെയ്യുന്നത് ഇതാണ് ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം, അവൻ്റെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം, എംപതി ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, റിലേഷണൽ ഡെവലപ്മെൻറ്റ്, ഈ എല്ലാ രീതിയിലുള്ള ടെക്നോളജി ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ അതും ടെക്നോളജിയും ഓൺട്രപ്രണർഷിപ്പും കൂടെ പറഞ്ഞേ പറ്റൂ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഒരു 360 ഡിഗ്രി ഡെവലപ്മെൻറ്റ് ആണ് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഫ്യൂച്ചറിലേക്ക് വേണ്ടത്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ കരിക്കുലം ആൻഡ് പെഡഗോജി എക്വിപ്ഡ് ആണോ എന്നുള്ളതാണ് ഇനി നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞങ്ങൾ ഈ ഹോളിസ്റ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യത്തക്കവണ്ണം വെറുതെ കോച്ചിങ് മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് ഫേസ് ഈസ് കോച്ചിങ്, സെക്കൻഡ് ഫേസ് ഈസ് പെർഫോമൻസ് സ്റ്റേജ് ആൻഡ് തേർഡ് ഫേസ് ഈസ് കോമ്പറ്റീഷൻ. കുഞ്ഞു നാൾ മുതലേ തന്നെ എഡ്യൂക്കേഷനോടൊപ്പം എക്സ്പോഷറും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസുമാണ് കുട്ടികൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നത്. എക്സ്പോഷർ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ബെഞ്ച് മാർക്കിങ്ങിൽ നമ്മൾ എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ കോമ്പറ്റീഷൻസിനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമുക്ക് പുറത്ത് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യും. അത് വളരെ റെഗുലറാണ്. അപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം വളരെ നാച്ചുറലായിട്ട് തന്നെ നടക്കുന്നത്. അതുപോലെ നമ്മുടെ എക്സാമിനേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്. എക്സാമിനേഷൻ നമ്മൾ നോട്ടിഫൈ ചെയ്യില്ല. എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് എന്നാണെന്ന് ടീച്ചേഴ്സിന് അറിയില്ല, പാരൻസിന് അറിയില്ല, കുട്ടികൾക്കറിയില്ല. അത് നമ്മുടെ അക്കാഡമിക് ഓഡിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ടീച്ചേഴ്സ് പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും സ്പോണ്ടേനിയസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ആൻസറിലേക്ക് എത്തേണ്ട എബിലിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻട്രൻസ് പോലും ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. അപ്പം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പഠിച്ച ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, ആ പഠിച്ച ടോപ്പിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷനും പ്രോപ്പറായിട്ട് എന്നുള്ള രീതിയിലാണ് പഠിച്ചതെങ്കിൽ ആ ക്വസ്റ്റ്യനുള്ള കറക്റ്റ് ആൻസർ ആ മൊമെൻറ്റിൽ 30 സെക്കൻഡിനകത്ത് കൊണ്ടുവരാനായിട്ട് കുട്ടിക്ക് പറ്റണം. അതും മറ്റൊരു കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഓ. അവർക്ക് എക്സ്പീരിയൻഷ്യലായിട്ട് അവർ പഠിച്ചെങ്കിൽ, അവർക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, അവരുടെ ഓൺ വേർഡ്സിന് അവർക്ക് എഴുതാൻ പറ്റണം. നമ്മൾ ഒരു തിയറിയും കാണാതെ പഠിപ്പിക്കില്ല. നമ്മൾ കോൺസെപ്റ്റ് റീഇൻഫോഴ്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് അവരെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിക്കും. അപ്പോൾ കോൺസെപ്റ്റ് അവർ തറവാണ്. ലാംഗ്വേജ് ദേ ആർ വെരി പവർഫുൾ. അപ്പോൾ കോൺസെപ്റ്റിനെ അവരുടെ ലാംഗ്വേജിൽ അവർ എക്സ്പ്രസ് ചെയ്യും. അത്തരത്തിലുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും മിനിമം 40-50% ഹയർ ഓർഡർ തിങ്കിങ് ലെവൽ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാൽ മാത്രമേ ക്വാളിറ്റി അഷുറൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ക്വാളിറ്റി അഷുറൻസ് സെല്ല് വേറെ ഉണ്ട്. അപ്പോൾ അവർ കുട്ടികളുടെ ബ്രെയിനിനെ ഫ്യൂച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മാപ്പിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ആ എല്ലാ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യനിലും ഉണ്ടോ എന്ന് നോക്കി അപ്രൂവ് ചെയ്തിട്ടേ ആ ക്വസ്റ്റ്യൻ പുറത്തു വരും. ഉം. ആ ക്വസ്റ്റ്യൻ കുട്ടികൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ആ ക്വസ്റ്റ്യൻ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാൽ ആണ് ആ സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് കുട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതാണ് കുട്ടിയുടെ റിഫ്ലക്ഷൻ. അല്ലാതെ ഒരു 10-20 ക്വസ്റ്റ്യൻ കുട്ടികളെ കാണാതെ പഠിപ്പിച്ച് അതേ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച് ഉം. അതിന് ഫുൾ മാർക്കും കൊടുത്തിട്ട് നമ്മൾ പാരൻസിനോട് പറയും കുഞ്ഞ് മിടുക്കനാണ്, അവൻ ക്ലാസ് ഫസ്റ്റാണ്, അല്ലെങ്കിൽ 80% മാർക്കുണ്ട്, പാരൻസ് സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോഴാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ കിട്ടിയില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത്? 10ാം ക്ലാസ് ആകുമ്പോഴോ +2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകുമ്പോഴോ ആണ് ഇത് തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കരിക്കുലം ഇങ്ങനെ വാസ്റ്റ് ആവുന്നതിനനുസരിച്ച് ഒത്തിരി കുട്ടികളും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഇൻട്രസ്റ്റ് കുറയുക എന്നുള്ളൊരു കാര്യം. അപ്പം അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? അത് വളരെ സിമ്പിളാണ്. ഇൻട്രസ്റ്റ് കുറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിയറി ഒരുപാട് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ക്ഷീണിക്കും. നമ്മളൊരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്ന് 1 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇരുന്ന് ഉറങ്ങും. പക്ഷേ നമ്മൾ ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, കാര്യം ബ്രെയിൻ റിക്വയർസ് മൂവ്മെൻറ്റ്. നമ്മൾ മൂവ് ചെയ്തിട്ടാണ് ഒരു കാര്യം പഠിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും അത് ബോറടിക്കില്ല. അതുകൊണ്ടാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. കാര്യം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത ഈ എക്സ്പീരിയൻസസ് ആണ് ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത്. ഉം. അപ്പോൾ എക്സ്പീരിയൻഷ്യലായിട്ട് പഠിപ്പിക്കണം. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ മിനിമം കാര്യങ്ങളാണ് കുട്ടികളുടെ ഹാപ്പിനെസ് മാത്രം മുന്നിൽ കണ്ട് ഒരുപാട് പ്ലേ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ട്രെൻഡി ആയിട്ടുള്ള ചില ഇപ്പോൾ ഡ്രോണുകൾ ഉണ്ടാക്കുക, ഉം. ഉം. എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് ടാഞ്ചിബിളായിട്ട് കുഞ്ഞ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് കാണും. പിയർ ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് ലാംഗ്വേജും കാണും. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അക്കാഡമിക് ഡെപ്ത് കുട്ടിയിലില്ല എങ്കിൽ ഫ്യൂച്ചറിലുള്ള പല കാര്യങ്ങളിലും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിലുള്ള പല ടെക്നോളജികളിലും വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ തിങ്കിങ്, ഉം. സയൻറ്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് തിങ്കിങ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്ലൂയിഡിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരുപാട് നമ്മുടെ ബ്രെയിനിൻ്റെ വേറൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റോബോട്ടിക്സ്, AI, കോഡിങ്, ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ ഒരു ഒരു എന്താണ് പറയുക, ഒരു ബസ് വേർഡാണ്, അല്ലെങ്കിൽ ഉം. വളരെ ട്രെൻഡിയാണ് മാർക്കറ്റിൽ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പാരൻസ് ഭയങ്കരമായിട്ട് അങ്ങ് അട്രാക്റ്റ് ആവും. ഓക്കെ, റോബോട്ടിക്സ് എഐയും IoTയും കാര്യങ്ങളൊക്കെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനൊന്നും മാർക്കറ്റ് ചെയ്യാറില്ല. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പഠിക്കുന്ന ഈ ടെക്നോളജി കുട്ടി 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രി പോകുന്നത്. അത് ഈ പാറ്റേണിലല്ല അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നു. ഉം. പക്ഷേ ടെക്നോളജി പഠിപ്പിക്കുന്ന ഓരോരുത്തരും, എനിക്ക് സ്കൂളുകളോടുള്ള അഡ്വൈസ്, എഡ്യൂക്കേറ്റേഴ്സിനോടുള്ള അഡ്വൈസ്, നിങ്ങൾ ടെക്നോളജി പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് ലോജിക്കൽ തിങ്കിങ് ആണ്. ഈ ഈ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ അതിനെ കാണണം. ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ലോജിക്കാണ് ഫസ്റ്റ് നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും കോഡ് കുട്ടികൾക്ക് കൊടുക്കില്ല. കോഡ് അവർ തന്നെ കോഡ് ചെയ്യണം. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സൈക്കിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 ക്വസ്റ്റ്യൻസ് പ്രോഗ്രാമുകൾ കാണാതെ പഠിപ്പിക്കും. ഉം. ഉം. അതിൻ്റെ സിൻറ്റാക്സ് ഉൾപ്പെടെ ഈ പരാന്തസിസും കോളനും ഉൾപ്പെടെ എല്ലാം കാണാതെ പഠിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യും, റിസൾട്ട് വരും, ഫുൾ മാർക്കും കിട്ടും. പക്ഷേ സ്വന്തമായിട്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ പലർക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ പേടിയാണ്. കാര്യം സ്വന്തമായിട്ടൊരു പ്രോഗ്രാം എഴുതിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ കമ്പൽസറിയാണ്, കോഡ് എഴുതിയിടാൻ പാടില്ല. കോഡ് 20 കുട്ടികളുണ്ടെങ്കിൽ 20 ഡിഫറൻറ്റ് കോഡുകൾ തന്നെ വേണം. അവരുടെ ലോജിക്ക് അനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്യുന്ന കോഡായിരിക്കണം. ഇനി ഈ കോഡ് എഴുതാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷേ ഇനി വേണ്ടത് എഫിഷ്യൻ്റ് കോഡുകളാണ്, ഉം. ഹൈ പെർഫോമിംഗ് കോഡുകളാണ്. എത്രത്തോളം ലെസ് CPU സൈക്കിൾസ് യൂസ് ചെയ്തിട്ട് കോഡ് എഴുതാൻ പറ്റുമോ ആ ആൾക്കാരെയാണ് ഇനി വേണ്ടത്. ബാക്കി ഇപ്പം കോഡ് എഴുതാനായിട്ടും മാത്തമാറ്റിക്കൽ ഒരു 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 പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും അതിൻ്റെ ഇക്വേഷൻസ് എഴുതാനും സൊല്യൂഷനിലേക്ക് എത്താനും എല്ലാം GPTs ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് GPTs ഉണ്ട് ഓരോന്നിനും, ഓരോ സെഗ്മെൻറ്റിലേക്ക്. അപ്പോൾ എവിടെയാണ് ഇനി ഹ്യൂമൻസിൻ്റെ ആവശ്യം? അവിടെ
നമ്മൾ ഇനി വരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ വേൾഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്വാണ്ടം കോഡുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു 10 ആപ്ലിക്കേഷൻ പാരലലി ഫങ്ഷൻ ചെയ്യുന്നത് പോലെ ഒരു ഡേറ്റാ സെൻറ്ററിനകത്ത് പല സ്ഥലങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളുടെ റൺ ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾ പാരലലി ഫങ്ഷൻ ചെയ്യുന്ന ക്വാണ്ടം സെർവേഴ്സും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സും വരുമ്പോൾ അവിടെ നമ്മൾ കമ്പ്യൂട്ടിംഗ് പവറാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പേ ആസ് യു ഗോ മോഡലിൽ. ഓക്കെ, നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന പോലെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. നമ്മളാരും ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പ്യൂട്ടറാണ് ആക്ച്വലി. അതിന് മദർ ബോർഡ് ഉണ്ട്, അതിന് പ്രോസസ്സറുണ്ട്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അതിന് മെമ്മറി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ ഹൈ റെസൊല്യൂഷനുള്ള ടെർമിനൽസ് ആയിരിക്കും. ഇതിനകത്ത് പവർ ചെയ്യുന്നത് മുഴുവനും ഒരു സെർവറിലെന്നുള്ള ക്ലൗഡിലുള്ള ഒരു സെർവറിലെന്നുള്ള കമ്പ്യൂട്ടിംഗ് പവർ ആയിരിക്കും നമ്മൾ മന്ത്ലി ബേസിസിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡേറ്റ 2 GB ഡേറ്റ 3 GB ഡേറ്റ 50 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് പോലെ നമ്മളൊരു ടെർമിനൽ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ യൂസ് അനുസരിച്ചുള്ള പ്രോസസ്സിംഗ് പവർ ആയിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ പോകുമ്പം ഈ ക്വാണ്ടം സെർവേഴ്സിൽ റൺ ചെയ്യേണ്ട എഫിഷ്യൻറ്റ് കോഡുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് സബ്സ്ക്രിപ്ഷനിൽ ഒരു പ്രോസസ്സിംഗ് പവറിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം 10 ലൈനിൽ എഴുതേണ്ടത് 100 ലൈനിൽ എഴുതി കഴിഞ്ഞാൽ ഈ 100 CPU സൈക്കിൾ ഈ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് അവിടെ കിടക്കണം. അപ്പം ഇങ്ങനത്തെ ലോ എഫിഷ്യൻറ്റ് കോഡുകളാണ് എഴുതി ആ സെർവേഴ്സിൽ ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ CPU പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മളിനി ഹൈ പെർഫോമിംഗ് കോഡുകളാണ് നമ്മൾ എഴുതേണ്ടത്. ആ ഹൈ പെർഫോമിംഗ് കോഡ് എഴുതണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലോജിക്കും ഷോർട്ട് സ്റ്റെപ്സിൽ കോഡുകൾ എഴുതാനായിട്ടുള്ള എബിലിറ്റിയും കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. സോ ലോജിക്കൽ തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഈ ലോജിക്കിനെ എങ്ങനെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് മാറ്റാമെന്നുള്ള മാത്തമാറ്റിക്കൽ തിങ്കിങ്. ദെൻ അതിനെ വെച്ചിട്ട് ഒരു അൽഗോരിതം എഴുതണം. ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോഡ് എഴുതുക എന്നാണ് അതിനെ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ കോഡിംഗ് ലാംഗ്വേജ് എന്നും പറയുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷിലായിരിക്കും ഇനി ഫ്യൂച്ചറിൽ. നമ്മൾ ChatGPT പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടില്ലേ? അപ്പോൾ ആ പ്രോംപ്റ്റിംഗ് ആണ് നമ്മൾ അറിയേണ്ടതെന്ന് പറയും. മീൻ ടൈം നമുക്ക് അങ്ങനത്തെ ഫ്രെയിം വർക്കുകളോ വലിയ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമുകളോ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കോഡ് ചെയ്യണം. അപ്പോൾ കോഡിംഗ് തീർച്ചയായിട്ടും പഠിപ്പിക്കണം. പക്ഷേ എഫിഷ്യൻറ്റ് കോഡിംഗ്, ആ എഫിഷ്യൻറ്റ് കോഡിംഗ് ആണെങ്കിൽ ലോജിക്ക് ഫസ്റ്റ്, ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്കൽ തിങ്കിങ്, അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് വരേണ്ടത്. ഈ ഫ്ലോയിൽ കുട്ടികളെ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ട്രെയിൻ ചെയ്യാതെ നേരെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആണ് പോകുന്നതെങ്കിൽ ആ പാറ്റേണിലായിരിക്കില്ല ഫ്യൂച്ചറിലുള്ള കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് ആ തിങ്ക് ചെയ്യേണ്ട ഒരു ഫ്ലോ, ആ പാത്ത് വേ എന്ന് പറയുന്നത് ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യാണ്ട് വരും. അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റോബോട്ട് അസംബിൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അവനൊരു ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അതിപ്പം നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസ് നമ്മളെക്കാൾ എഫിഷ്യൻ്റ് ആയിട്ട് അവരത് യൂസ് ചെയ്യും. അപ്പോൾ ഒരു യൂസർ പെർസ്പെക്റ്റീവിലുള്ള എബിലിറ്റി അല്ല, ഒരു ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള, അതിൽ സിസ്റ്റം തിങ്കിങ്ങും ഡിസൈൻ തിങ്കിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു കോഡ് എഴുതുമ്പോൾ ഈ കോഡ് CPU പോയിട്ട് എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലൂടെ ഇത് കടന്നുപോയി, മദർ ബോർഡിലൂടെ കടന്നുപോയി, ഹാർഡ് ഡിസ്കിൽ നിന്ന് അത് ലോഡ് ചെയ്ത് മെമ്മറിയിലൂടെ ഫൈനലി പ്രോസസ്സറിനകത്തുള്ള ക്യാഷ് മെമ്മറിയിലൂടെ ഇത് റൺ ചെയ്യുന്നത് മുഴുവനും കണ്ട് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം തിങ്കിങ്ങിലൂടെ മാത്രമേ ഒരു എഫിഷ്യൻറ്റ് കോഡിനെ ഒരു കുട്ടിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അവിടെ ആ മൾട്ടിപ്പിൾ എബിലിറ്റീസ് ഹാർഡ്വെയർ പെർസ്പെക്റ്റീവിലും കൂടെ കുട്ടിയെ ട്രെയിൻ ചെയ്തില്ല എങ്കിൽ യൂസർ പെർസ്പെക്റ്റീവിൽ മാത്രം ട്രെയിൻഡ് ആവും. അവർക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു കോഡർ ആകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ആ കോഡിങ്ങിൽ പറയാനുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അതായത് കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, അമ്മമാർ ചോറൊക്കെ കൊടുക്കുമ്പം കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഫോൺ ഉണ്ടാവണമെങ്കിൽ മാത്രമേ കുട്ടി കഴിക്കുള്ളൂ എന്ന് അമ്മമാർ പറയുന്നത്. അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ക്രീൻ ടൈം എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? സ്ക്രീൻ ടൈം 0% ആക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അറ്റ്ലീസ്റ്റ് ഒരു സർട്ടൺ ഏജ് വരെ. കാര്യം കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ അവരുടെ ബ്രെയിനിലൂടെ ഈ വീഡിയോ എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതിൽ കൂടുതൽ അവർ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവരുടെ സോഷ്യൽ സ്കിൽസ് വളരെ കുറയുന്നു. ഓക്കെ, സോഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നഷ്ടപ്പെടുന്നു. ഇതൊരു കൈൻഡ് ഓഫ് അഡിക്ഷനിലേക്ക് അവർ പോകും. അത് അവരുടെ കണ്ണുകൾക്ക് പ്രശ്നമാണ്, അവരുടെ ബ്രെയിനിനും പ്രശ്നമാണ്. അവരുടെ ബ്രെയിൻ കുറേ കൂടെ ഫാസ്റ്റായിട്ടായിരിക്കും ഇത്. ഇങ്ങനെ കൂടുതൽ സ്ക്രീൻ ടൈം, കൂടുതൽ ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള ഫാസ്റ്റായിട്ടുള്ള ഗെയിമുകൾ, റിയലിസ്റ്റിക് അല്ലാത്ത കാർട്ടൂണുകളൊക്കെ കാണുമ്പം ഇവരൊരു ഇമാജിനറി വേൾഡിലാണ് പോകുന്നത്.
ഈ കുട്ടികളുടെ ബ്രെയിനിലൂടെ ഓടുന്ന ചിന്തകൾ മുഴുവനും ഇമാജിനറി ആയിട്ട് ഈ ടോം ആൻഡ് ജെറി ഓടുന്നത് പോലത്തെ ഇമാജിനറി വേൾഡിൽ അവർ തിങ്ക് ചെയ്യുമ്പോൾ ഇവർ ഹൈപ്പർ ആക്ടിവിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യുകയും അവർ റെസ്റ്റ്ലെസ്നെസ് കാണിക്കുകയും എപ്പോഴും അവർ ഈ പറഞ്ഞ പോലെ സ്പീഡായിട്ടും ഹേസ്റ്റി ആയിട്ടും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളിൽ പേഷ്യൻസ് ഉണ്ടാകണമെങ്കിലും സിറ്റിംഗ് ടോളറൻസ് ഉണ്ടാകണമെങ്കിലും അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, കോൺസെൻട്രേഷൻ, ഫോക്കസ് ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, മൈൻഡ് ബോഡി ബാലൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും സൈക്കോ മോട്ടോർ സ്കില്ലുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ഉള്ള എക്സർസൈസസ് അവർക്ക് കൂടുതൽ വേണം. അതിൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ കണക്ഷൻസ് ഉള്ളതായിരിക്കണം. സ്ക്രീൻ ടൈമിനോടൊപ്പം എടുത്തു മാറ്റേണ്ടതാണ് ടോയ്സ്. ഉം. പല പേരൻസും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിനെ മാറ്റിയിട്ട് ധാരാളം ടോയ്സ് ടോയ്സ് വാങ്ങിച്ചു വാങ്ങിക്കൊടുക്കും. കൊടുക്കും. ടോയ്സും മറ്റൊരു കൈൻഡ് ഓഫ് അഡിക്ഷനാണ്. അവർ ഒരിക്കലും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലിവിങ് തിങ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. മീൻ ടൈം ടെക്നോളജി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നല്ല ന്യൂസ് ആയിരിക്കാം, നല്ല കാര്യങ്ങളായിരിക്കും കാണേണ്ടത്. അത് ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ഹവറിൽ കൂടുതൽ, 45 മിനിറ്റ്സ് ടു 1 ഹവറിൽ കൂടുതൽ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് അതിലേക്കുള്ള എക്സ്പോഷർ കൊടുക്കരുത്. അവർക്ക് കൂടുതലായിട്ട് വേണ്ട, നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സ് ആണ്. നമ്മൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക, വീട്ടിനടുത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ അനുവദിക്കുക, അവർക്ക് അവരുടെ ബോഡി മൂവ് ചെയ്യണം. സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവോയ്ഡ് ചെയ്യണം. ബോഡി മൂവ്മെൻറ്റ് അവർക്ക് കൂട്ടണം. അതുപോലെ തന്നെ ഗെയിമുകളോ ഫിസിക്കൽ ആക്ടിവിറ്റീസോ അവർക്ക് ഇൻക്രീസ് ചെയ്യണം. ഈവൻ വീട്ടിലുള്ള പെറ്റ്സുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്താൽ പോലും നല്ലതാണ്. ഈവൻ വീട്ടിലുള്ള പ്ലാന്റ്സിന് അവർ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ ടോയ്സിനോടുള്ള എക്സ്പോഷർ, സ്ക്രീനിനോടുള്ള എക്സ്പോഷർ ഡെഫിനറ്റ്ലി കുറയ്ക്കണം. സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു DSEN സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്മാർട്ട് ഹ്യൂമൻ ബീയിങ് വിത്ത് ക്യാരക്ടർ ആ. ആയിരിക്കും. നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള, സമ്പന്നനായിട്ടുള്ള, വീടിനും നാടിനും സൊസൈറ്റിക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ബ്രാൻഡായിരിക്കും. ആ ബ്രാൻഡ് ധാരാളം എംപ്ലോയ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. സൊസൈറ്റിക്ക് ധാരാളം കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, പാരൻസിനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാത്ത, പാരൻസിനെ അവസാന നിമിഷം വരെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ സംരക്ഷിക്കുന്ന, അതുപോലെ തന്നെ റെസ്പോൺസിബിളായിട്ടുള്ള, ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു അസറ്റ് തന്നെയായിരിക്കും. അതിൽ നമ്മൾ വളരെ ലേസർ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, അതൊരു ഒരു ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലോ അതിനെ ഒന്നും കാണാറില്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ എക്സ്പെൻസസ് നമ്മളത് കൊടുത്തിരിക്കും. കാര്യം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, ലീഡറിനെ ക്രിയേറ്റ് ചെയ്യുക, ഇന്നോവേറ്ററിനെ ക്രിയേറ്റ് ചെയ്യുക, ഗ്ലോബൽ സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. പക്ഷേ എങ്ങനെയെന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലിറ്ററലി DS കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കരിക്കുലം, 50-ൽ കൂടുതൽ ആൾക്കാരിരുന്ന് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത കരിക്കുലം, അതുപോലെ ഒരു വലിയ ടീം ഇരുന്ന് അത് ഓഡിറ്റ് ചെയ്യുന്നത്, ട്രെയിനിങ്ങിന് വേറൊരു ടീം, അക്കാഡമിക് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വേറൊരു ടീം, അങ്ങനെ ഒരുപാട് പേരടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഇതാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഒരാളിനും ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം കോസ്റ്റ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഞാൻ കാണുന്ന ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരാളിനെ ഇത്തരത്തിലുള്ള ഒരു സ്കൂളും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പാഷനേറ്റ് ആയിട്ട് ഒരു വാല്യൂ കാണുന്ന, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിലൂടെ ഒരു വാല്യൂവും കൂടെ നമുക്ക് കാണാൻ പറ്റണം. സാർ, ഇപ്പം എനിക്കാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും എങ്ങനെയാണ് ഈ ഒരു ഐഡിയ, കാര്യം ഇന്ന് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒരു ടു എ ലെവൽ അത് ഒന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും ഐഡിയാസ് കൊണ്ടുവന്ന് കുട്ടികളെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അവരുടെ പാഷൻ ഐഡൻറ്റിഫിക്കേഷൻ, അവരെ എങ്ങനെ ഒരു വ്യക്തിയായിട്ടും സമൂഹത്തിന് അവരെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചിന്തിച്ച് എങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് ശരിക്കും സാറിൽ ഡെവലപ്പായത്? തോട്ട് പ്രോസസ്സ് വന്നത് പല പെയിൻ പോയിൻറ്സും കണ്ടത് വെച്ചിട്ടാണ്. ഞങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടുപിടിച്ച പ്രോബ്ലംസ് അല്ല. പ്രോബ്ലംസ് ഒക്കെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിരുന്നു. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഇൻഡസ്ട്രി മാറുന്നു എന്നുള്ളതും എല്ലാവരുടെ കൺമുമ്പിൽ കൂടെ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടെക്നോളജി വരുമ്പോഴും ജോബുകൾ നഷ്ടപ്പെടുന്നത് എല്ലാവരുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണ്. ഒരു പ്രോബ്ലവും ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തി. സൊല്യൂഷൻ വാക്കുകളിലോ
അതിനെ ഒരു ഔട്ടർ ലെയറിൽ മാത്രം ഡെവലപ്പ് ചെയ്യുകയോ അല്ല, ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കുട്ടികളുടെ ഉള്ളിൽ അതിനെയാണ് ഞങ്ങൾ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ആ ട്രാൻസ്ഫോർമേഷന് ടൈം എടുക്കും. ചേഞ്ച് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഉള്ളിൽ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവിടെ ഇത്രയും കാലത്തെ റിസർച്ച്, ഇത്രയും കാലത്തെ കരിക്കുലം ഡെവലപ്മെൻറ്റ്, ആ കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്ത പ്രോഡക്റ്റിലാണ്, ദെൻ ഞാൻ ഫോക്കസ് ചെയ്തത് പ്രോസസ്സിലാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യേണ്ട പീപ്പിളിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ തിങ്കിങ്, നമ്മുടെ മണി, ഇതെല്ലാം നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതിനെ ചെയ്ത കാര്യങ്ങളാണ്. ചോദിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം, പ്രോബ്ലംസിനെ കണ്ടിട്ട് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ചിന്തിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായിട്ടുള്ള കാര്യം. അത് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ല, യഥാർത്ഥത്തിൽ ആ സ്കൂൾ വന്ന് കണ്ടാൽ മാത്രമേ എന്തുമാത്രം ഈ കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയുള്ളൂ. സാധാരണ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിലാണ്. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ അക്കാഡമിക് ഒരു സ്ട്രെങ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ക്രോഴ്സ് ഓഫ് മണി, ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഫുൾ ഫോക്കസ് എൻ്റെ റിയൽ ടേക്ക് അവേയിലാണ്. നമ്മളൊരു സ്കൂളിൽ നിന്നൊരു കുഞ്ഞ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് ആ കുഞ്ഞിൻ്റെ സ്കില്ലും എക്സ്പെർട്ടീസും ക്യാരക്ടറുമാണ്, അല്ലേ? ആ നോളജും സ്കില്ലും ക്യാരക്ടറുമാണ്. അല്ലാതെ അവിടെ ഇപ്പോൾ എത്ര സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, AC ബസ്സിലാണോ ട്രാൻസ്പോർട്ട് ചെയ്തത്, വീഡിയോ സർവെയിലൻസ് ഉണ്ടോ, ഇതൊക്കെ നമുക്കവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പം എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ്, എത്ര ഏക്കർ ക്യാമ്പസാണ്, സെൻട്രലൈസ്ഡ് AC ആണോ, മൾട്ടി ക്യൂസൈൻ ഫുഡ് മെനു ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ സ്കൂളുകൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കൺവെൻഷൻ സെൻറ്ററിനെ പോലെ സ്കൂളിനെ മാർക്കറ്റ് ചെയ്യാനല്ല, കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ന് ഇന്ത്യയിൽ 96 ലക്ഷം ടീച്ചേഴ്സുണ്ട്. ഈ ടീച്ചേഴ്സിനെ എംപവർ ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ എംപവർ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എംപവർ ചെയ്യേണ്ടത് ടീച്ചേഴ്സിനെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജനറൽ എംപവർമെൻ്റ് തന്നെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു എക്കോ സിസ്റ്റം വരുമ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എംപവർ ചെയ്യണം. അത് എംപവർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കരിക്കുലം കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തു. അതെല്ലാം ബുക്സാക്കി അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അത് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള വേറൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ അതിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ലിറ്ററലി അതൊരു ഒരു ഒരു കണക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് അതൊരു ബ്യൂട്ടിഫുൾ, ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വേറൊരാളിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും വർഷങ്ങളുടെ തോട്ട് പ്രോസസ്സും അത്രയും ടീംസിൻ്റെ ഇൻവോൾവ്മെൻറ്റും, പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ടീമാണ്. എല്ലാവരും വളരെ പാഷനേറ്റ് ആണ്. കാര്യം ആ ഫ്യൂച്ചറിൽ കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൽ അവർ അച്ചീവ് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് അവരതിനെ അവരുടെ ഹാർട്ടിൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. കാര്യം ടീച്ചേഴ്സ് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് കുട്ടികളുടെ റിസൾട്ട്. നമ്മൾ എന്തൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഒരു വിഷണറി വന്നിരുന്ന് ഇതെല്ലാം സംസാരിക്കാം. പക്ഷേ റിയലായിട്ട് ഞാനിവിടെ സംസാരിക്കുമ്പോഴും അവിടെ പാഷനേറ്റായിട്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് അവരുടെ മനസ്സിൽ നിന്ന് വരണം. ആ മനസ്സിൽ നിന്ന് വരത്തക്കോണം അതിന് വേറെ കൈൻഡ് ഓഫ് ട്രെയിനിങ് ടീച്ചേഴ്സിനുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അത് പോകുന്നത്. പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്ത് കാണിച്ച ഒരാളാണ് സർ. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് DS-ൻ്റെ കയ്യിലും സാറിൻ്റെ കയ്യിലും ഭദ്രമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ടിട്ട് ഇപ്പം എനിക്കാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും നമ്മുടെ സ്കൂൾ വന്ന് കണ്ട് ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ഉയരങ്ങളിൽ നല്ല എക്സൽ ചെയ്യട്ടെ സാറും സാറിൻ്റെ കുട്ടികളും. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്.